ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ കാൽപന്താണ് ലഹരി എന്ന ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. ഫുട്ബോൾ പരിശീലന ക്യാമ്പ് മാവേലിക്കര ജനമൈത്രി പോലീസ് SHO S ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ കാൽപന്താണ് ലഹരി എന്ന പേരിൽ ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി കലാകായിക സാഹിത്യ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുവന്ന് ഉജ്ജ്വല ബാല്യങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ 32 എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ANP നായർ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിലുള്ള ISO അംഗീകാരം ലഭിച്ച ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് നടത്തുന്നത്. കായംകുളം മാവേലിക്കര വിദ്യാഭ്യാസ ഉപജില്ലകളിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിലൊന്നായി ഉയർന്നിരിക്കുകയാണ്. ISO 9001 സർട്ടിഫൈഡ് സ്കൂളിന് ലഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ പാഠ്യേതര വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഈ സ്കൂളിൽ ഇന്ന് സംജാതമായിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി അവധിക്കാല പഠനക്കളരി കഴിഞ്ഞ ദിവസം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പഠനക്കളരി ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും വളരെ കാര്യക്ഷമമായ സഹകരണമാണ് സ്കൂളിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് പിന്നില മാനേജ്മെന്റിന്റെ ഭയങ്കരമായ സഹകരണമാണുള്ളത്. മാവേലിക്കര ജനമൈത്രി പോലീസ് SHO S ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മൾ ലഹരി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലഹരി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ തെറ്റായ ഒരു അർത്ഥത്തിലാണ്. ശരിയല്ലേ? നമ്മൾ ലഹരി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ വിചാരിക്കുന്നത് എന്താണ്? കള്ള്, കഞ്ചാവ്, MDMA പോലുള്ള സാധനങ്ങൾ നമ്മൾ ലഹരി എന്ന് ആദ്യമേ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ എവിടെയെങ്കിലും ലഹരി എന്നൊരു വാക്ക് കേട്ടാ അയ്യോ അവൻ ലഹരിക്ക് അടിമയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? അവൻ കള്ളിനും കഞ്ചാവിനും അടിമയായിരിക്കും. പക്ഷെ നമ്മുടെ ലഹരി എന്തായിരിക്കണം? ഈ കുട്ടികളെ സംബന്ധിച്ച് ഒരു ഫുട്ബോൾ കളിക്കുന്നു, ഫുട്ബോൾ പരിശീലിക്കുന്നു, ഒരു ഫുട്ബോൾ കളിക്കുന്നു, അത് അവന്റെ ഒരു പാഷനായിരിക്കണം, അവന്റെ ഒരു വികാരമായിരിക്കണം, അത് അവന്റെ ഒരു ലഹരിയായിരിക്കും. ശരി, നമ്മൾ പാട്ട് പഠിക്കുന്നു, പാടുന്നു, മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു, അത് പാട്ട് പാടുക എന്നുള്ളത് നമ്മുടെ ലഹരിയാണ്. അപ്പൊ ഒരാൾ ലഹരിക്ക് അടിമയാകുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് മാത്രം എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അവൻ ലഹരിക്ക് അടിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവന്റെ ലഹരി എന്താണ്? അവനെ സംബന്ധിച്ച് ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ പാട്ട് പാടുക, പടം വരയ്ക്കുക, സാഹിത്യം, അല്ലെങ്കിൽ എന്തെങ്കിലും രചന നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അതായിരിക്കണം, അതിലേക്കായിരിക്കണം നമ്മൾ പോകേണ്ടത്. നമുക്കുള്ള കഴിവുകൾ നമ്മൾ ലഹരിയാക്കി എടുക്കുക. ഈ കഴിവിനോടൊപ്പം തന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കഴിവുകൾ, പണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അവനൊരു തൊഴിലും കൂടി പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ സ്വയം പര്യാപ്തമാക്കുമെന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കണം ഏറ്റവും മുഖ്യം. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നിങ്ങളിലുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക, അത് വളർത്തിയെടുക്കുക. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും, അധ്യാപകരുണ്ടാവും, സ്കൂളിലുണ്ടാവും, പിന്നെ ബാക്കിയുള്ള ഇതുപോലെ പോലീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും. നിങ്ങൾക്ക് ഇപ്പൊ കുട്ടികൾക്ക് ആർക്കും പോലീസിനെ പേടിയില്ലല്ലോ? പോലീസിനെ പേടിയുണ്ടോ? പേടിക്കേണ്ട ആവശ്യമുണ്ടോ? കള്ളന്മാർ പേടിച്ചാൽ പോരെ പോലീസിനെ. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് S സദാശിവൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ KP ശശികലാദേവിയിൽ നിന്നും SHO ശ്രീജിത്ത് ഫുട്ബോൾ ഏറ്റുവാങ്ങിയതോടുകൂടി പരിശീലനം ആരംഭിച്ചു. എന്ന മുദ്രാവാക്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഫുട്ബോൾ നമുക്ക് വിനോദം മാത്രമല്ല, ഒരു വികാരം കൂടിയാണ്. ടീം വർക്കിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രാധാന്യം, ഒരു ഗോൾ നേടുമ്പോൾ ഉള്ള ആഹ്ലാദവും ഒരു കളി ജയിക്കുമ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എങ്കിൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ലഹരിയുടെ ഒരു വലിയ വിപത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ കളിക്കളത്തിൽ പന്തുകൊണ്ട് വിസ്മയം തീർക്കേണ്ടവർ ലഹരിയുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം അതിനൊരുമിച്ച് പ്രവർത്തിച്ച് ലഹരിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഇത്. ഇന്ന് നമ്മൾ അവിടെ ആരംഭിക്കുന്ന ഫുട്ബോൾ പരിശീലനം ലഹരിക്കെതിരായുള്ള ചുവടുവെപ്പായി മാറട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രതിജ്ഞയെടുക്കുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S ശ്രീജിത്ത്, ബോർഡ് ഓഫ് ട്രസ്റ്റി C ചന്ദ്രശേഖരൻ പിള്ള, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ S രഞ്ജിനി, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് AR ഷീജ, TTA പ്രിൻസിപ്പൽ R ഗിരിജ, LP ഹെഡ് മിസ്റ്റേഴ്സ് രേഖ KG, ജാഗ്രതാ സമിതി ചെയർമാൻ ഗോപൻ ഗോപിനാഥ്, ദേശീയ പരിശീലകൻ A ഷഹീർ എന്നിവർ സംസാരിച്ചു. ഓണാട്ടുകരയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 100-ലധികം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുന്നോടിയായി സ്കൂളിലെ കുട്ടികളുടെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചിരുന്നു. മാവേലിക്കര എക്സൈസ് ഇൻസ്പെക്ടർ കൃഷ്ണരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. CDNet ന്യൂസ്, കായംകുളം.